അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹിബ്രൂൺ നഗരത്തിലെ ഇബ്രാഹിമി പള്ളിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാനുള്ള ഇസ്രായേൽ പദ്ധതിയെ ശക്തമായി എതിർക്കുകയാണ് UAE. കിരിയാത്ത് അൽബ സെറ്റിൽമെന്റിലെ ഫലസ്തീൻ അധികൃതരിൽ നിന്ന് ജൂതമത കൗൺസിലിന് നിയന്ത്രണം കൈമാറാനുള്ള നീക്കം പള്ളിയുടെ ചരിത്രപരവും നിയമപരവുമായ പദവിയുടെ ഗുരുതര ലംഘനമാണ് എന്നാണ് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പുണ്യസ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിയെ മാനിക്കേണ്ടതിന്റെ പ്രാധാന്യം UAE വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറയുകയും അധിനിവിഷ്ട ഫലസ്തീൻ പ്രദേശങ്ങളെ അസ്ഥിരപ്പെടുത്താനും സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനും സാധ്യതയുള്ള ഏകപക്ഷീയവും പ്രകോപനപരവുമായ നടപടികളാണ് ഇത് എന്നുമാണ് UAE പറയുന്നത്. അതിനാൽ ഈ നീക്കം ഉടനടി നിർത്തണമെന്നും UAE ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇബ്രാഹിമി പള്ളി നിലവിൽ ഫലസ്തീൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിൻ്റെയും ഹീബ്രൻ മുനിസിപ്പാലിറ്റിയുടെയും അധികാരത്തിലും ഭരണത്തിലുമാണ്. ഇസ്ലാമിലും ജൂതമതത്തിലും ഏറ്റവും ആദരണീയമായ സ്ഥലങ്ങളിൽ ഒന്ന് ആണ് ഈ പള്ളി. 2017 യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലമായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. അതേസമയം അപകടത്തിലാണെന്ന് UN സാംസ്കാരിക സംഘടന കരുതുന്ന സ്ഥലങ്ങളുടെ പട്ടികയിലും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയിലെ ഫലസ്തീൻ രാഷ്ട്ര സ്ഥിരം പ്രതിനിധി സംഘം ഇസ്രായേലിന്റെ പദ്ധതിയെ അപകടകരവും നിയമവിരുദ്ധവും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിലും അവയുടെ മതപരവും ചരിത്രപരവുമായ പദവി സംരക്ഷിക്കുന്നതിലും അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നാണ് UAE ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തെ ദുർബലപ്പെടുത്തുന്ന നിയമവിരുദ്ധമായ ആചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമുള്ള എല്ലാ പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെയും പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.